ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മളൊരു മേക്ക് ഓവർ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അതെ, ഈ കാണുന്ന പോലെ തന്നെ നമ്മളിന്ന് ഒരു മേക്ക് ഓവറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തേക്കുവാണ്. അതെ, ഞങ്ങളുടെ ഒരു ഫ്രണ്ട് വീട്ടിൽ വന്ന് ഞങ്ങൾക്ക് ഇതുപോലെയൊക്കെ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു തരും. ബ്യൂട്ടീഷ്യനാണ് ആളുടെ പേര് ഷംന എന്നാണ്. ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാവേ. ഇന്നിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി ഡാൻഡ്രഫിൻ്റെ ട്രീറ്റ്മെൻറ്റാണ്. ഇവിടെ കൊണ്ട് ത്രെഡിങ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഓരോന്ന് നോക്കാം. ഇപ്പം ഈ കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാൻഡ്രഫ് മാറാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഡാൻഡ്രഫ് ഉണ്ടായിരുന്നതിനെ ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രീമാണ് തേച്ച് മസാജ് ചെയ്ത് അതിനെ സെറ്റ് ചെയ്യുന്ന രംഗമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മുഴുവൻ സെറ്റ് ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് സെറ്റ് ചെയ്ത് വാഷ് ചെയ്തെടുക്കണം ഫസ്റ്റ് ട്രിപ്പായിട്ട്. വാഷ് ചെയ്ത് വന്നിട്ട് നമ്മൾ ലെയറായിട്ട് എടുത്ത് അതിനെ ഡ്രൈ ചെയ്തിട്ട് സെക്കൻഡ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓരോ ലെയറായിട്ട് ഹെയർ എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് വേണ്ടത് അത് അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിനെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കവർ ചെയ്ത് വെക്കണം. എന്നാലേ ആ ഹെയറിനകത്തുള്ള ആ ഒരു ഡ്രൈനെസ്സും ഫ്രിസിനെസ്സൊക്കെ മാറി ഒന്ന് സ്മൂത്തായിട്ട് കിട്ടത്തുള്ളൂ. അങ്ങനെയെല്ലാം കഴിഞ്ഞ് ഹെയർ കവർ ചെയ്ത് വെക്കുകയാണ്. കവർ ചെയ്ത് വെച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ത്രെഡും കൂടി ചെയ്യാം. ത്രെഡെല്ലാം കഴിഞ്ഞിട്ട് ആ കവർ റിമൂവ് ചെയ്തിട്ട് ഒന്ന് ഹീറ്റ് ചെയ്യാം. ആ സമയത്ത് എൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്യുന്നതിൻ്റെ രംഗമാണ് നിങ്ങൾ കാണുന്നത്. ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് അത്രയേ ഉള്ളൂ. കാരണം കേരള ഹെയർ ആയതുകൊണ്ട് വലുതായിട്ട് അതിനകത്ത് പണിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചെറുതായിട്ടൊരു ഷേപ്പ് കൊടുത്തു. എൻ്റെ കട്ട് ചെയ്തിട്ട് റിസൾട്ട് ഇതാണ്. ഇത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരിയുടെ ഹെയർ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് എടുത്ത രംഗമാണ് നിങ്ങൾ കാണുന്നത്. ഫൈനലിൽ കാണുന്നുണ്ട്. ഹോപ്പ് യു എൻജോയ് ദ വീഡിയോ. ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.